പ്രിയ വിദ്യാർത്ഥികളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ട്രിഗ്നോമെട്രിയിൽ ഒരു ചോദ്യമാണ് ഇവിടെ പരിശോധിക്കുന്നത്. ഈ ചോദ്യം ഇങ്ങനെയാണ്: ഇൻ റെക്ടാംഗിൾ എ ബി സി ഡി റെക്ടാംഗിൾ തന്നിട്ടുണ്ട്, ആംഗിൾ ഡി ബി ഇ തന്നിട്ടുണ്ട് 30 ഡിഗ്രി, ആംഗിൾ ബി ഇ ഡി 120 ഡിഗ്രി തന്നിട്ടുണ്ട്, ഡി ഈക്വൽ ടു 10 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. എങ്കിൽ നിങ്ങൾ പറയാം ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ ആൻഡ് എ ഡി. നോക്കാം, നിങ്ങൾ ചിത്രത്തിൽ നോക്കണം. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ ആൻഡ് എ ഡി കാണണം. അതുപോലെ ഏരിയ ഓഫ് ദി റെക്ടാംഗിൾ കാണണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അവിടെ 120 എന്നുള്ള ആംഗിൾ ഡി ഇ ബി 120 തന്നിട്ടുണ്ട്. അപ്പോൾ 120 അപ്പുറത്ത് എ ഇ ഡി എന്ന് പറഞ്ഞ ആംഗിൾ 60 വരും. അവിടെ ലീനിയർ പെയർ ഉണ്ടാവും. അത് 60 ആകുമ്പോൾ ഇപ്പോൾ 90 ആണ്. ഈ റെക്ടാംഗിൾ ആയതുകൊണ്ട് ആംഗിൾ എ എന്ന് പറയുന്നത് 90 ആണ് നമുക്കറിയാം. പിന്നെ മോള് എ ഡി ഇ എന്ന ആംഗിൾ 30 ആവും. ഇത് 60, ഇത് 90 ആവും, മോള് 30 ആവും. 30, 60, 90 എന്ന് പറയുന്ന ഒരു റേഷ്യോ, ആംഗിളിന്റെ റേഷ്യോ ഇവിടെ വരും. അപ്പോൾ 90ക്ക് ഓപ്പോസിറ്റ് 10 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ 30ക്ക് ഓപ്പോസിറ്റ് 5 ആയിരിക്കും നമുക്കറിയാം. 30, 60, 90 വരുന്ന ട്രയാംഗിളിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് പിന്നെ അത് 5 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എ ഡി എത്രയായിരിക്കും? 5√3 ആവും. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞത് എ ഇ എ ഡി കാണാനാണ്. അപ്പം 5√3 അത് കിട്ടി. രണ്ടാമത്തേത് ഏരിയ ഓഫ് ദി ട്രയാംഗിൾ കാണാം. ഏരിയ ഓഫ് ദി ട്രയാംഗിൾ കാണാൻ ലെങ്ത്തും ബ്രെഡ്ത്തും അറിയണം. ബ്രെഡ്ത്ത് ഓൾറെഡി 5√3 നമുക്ക് കിട്ടി. ഇനി ബ്രെഡ്ത്ത് എ ബി കിട്ടണം. എ ബി കിട്ടണമെങ്കിൽ എ ഇ അറിയാം നമുക്ക്. ഇനി അവിടെ ആദ്യ ചിത്രത്തിനുള്ളിൽ ഡി ഇ ബി എന്ന് പറഞ്ഞ ഒരു ട്രയാംഗിൾ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ആംഗിൾ 120 ആണ്. അപ്പം രണ്ടറ്റത്തും ആംഗിൾ ഒരു സൈഡ് 30 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പം മറ്റേ ആംഗിൾ 30 ഡിഗ്രിയാണ്. അപ്പം അതിനുള്ളിൽ ഫോം ചെയ്യുന്ന ഒരു ഐസോസിലസ് ട്രയാംഗിൾ ആണ് എന്ന് മനസ്സിലായി. അപ്പം ഡി ഇ 10 ആണെങ്കിൽ ഇ ബി 10 ആയിരിക്കും. അപ്പം നീളം എന്തായി? നീളം 10 + 5 15 ആയി. ഹൈറ്റ് 5√3 ആയി. അങ്ങനെ രണ്ടും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ 15 × 5√3 ആവും. 5√3ന്റെ വാല്യൂ 1.732 ആണ് നമുക്കറിയാം. അപ്പം അത് വെച്ച് ഇൻറ്റു ചെയ്യുമ്പോൾ 8.65 കിട്ടും. ഇൻറ്റു 15 അങ്ങനെ 129 സെന്റിമീറ്റർ സ്ക്വയർ കിട്ടും ഏരിയ ഓഫ് ദി റെക്ടാംഗിൾ. അപ്പോൾ എപ്പോഴും ഈ ട്രിഗ്നോമെട്രിയിൽ വരിക ഈ ട്രയാംഗിൾ ഫോം ചെയ്യുമ്പോൾ ആ ഒരു ഐസോസിലസ് ട്രയാംഗിൾ ഫോം ചെയ്യാനുള്ള സാധ്യത ഉണ്ടോ നോക്കണം. അങ്ങനെ ഒരു സാധ്യത വരും. അതുപോലെ ലീനിയർ പെയർ ആംഗിൾ വെച്ചിട്ടുള്ള ചോദ്യവും ട്രിഗ്നോമെട്രിയിൽ വരാൻ സാധ്യത ഉണ്ട്. ഇതുപോലത്തെ ചോദ്യങ്ങളാണ് നിങ്ങൾ എ പ്ലസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു ഓൾ.